മാസം പ്രായമുള്ള കൂത്താട്ടുകുളം സ്വദേശി ധ്രുവന്റെ ജീവന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുന്നത് 16 കോടി രൂപ. ധ്രുവനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിന് സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ് ദിവസവേതനക്കാരായ മാതാപിതാക്കൾ. 3 മാസം പ്രായമുള്ള ധ്രുവന്റെ ജീവന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുന്നത് 16 കോടി രൂപയാണ്. തങ്ങളുടെ ഏക മകൻ ധ്രുവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ദിവസവേതനക്കാരായ മാതാപിതാക്കൾ അനന്തുവും അശ്വതിയും. സ്പൈനൽ മസ്കുലാർ അട്രോഫി ടൈപ്പ് 1 ആണ് ധ്രുവന് ബാധിച്ചിരിക്കുന്നത്. ഗുരുതരവും ജീവന ഭീഷണിയുമായ ന്യൂറോ മസ്കുലാർ ഡിസോർഡറാണിത്. കുട്ടിയുടെ കാലുകളുടെ ചലനം കുറഞ്ഞു വന്നതോടെയാണ് പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് രോഗം തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആസ്റ്റർ ഉൾപ്പെടെ വിവിധ ആശുപത്രികളിൽ പരിശോധനകൾ നടത്തി. നിലവിൽ റിസ്ഡിപ്ലാം എന്ന മരുന്നാണ് നൽകുന്നത്. ചെറിയൊരു മാറ്റം പ്രകടമാണെങ്കിലും ജീൻ തെറാപ്പി ആരംഭിക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ധ്രുവന്റെ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള മരുന്ന് വിദേശത്ത് നിന്നും എത്തിക്കണം. ജീൻ തെറാപ്പി കുട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം, മോട്ടോർ പ്രവർത്തനം, അതിജീവനം എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കൂത്താട്ടുകുളം ശ്രീധരിയം ആശുപത്രി ജീവനക്കാരാണ് അനന്തുവും ഭാര്യയും. അശ്വതി പ്രസവത്തെ തുടർന്ന് വിശ്രമത്തിലാണ്. അനന്തുവിന്റെ ചെറിയ വരുമാനം കൊണ്ട് ദൈനംദിന ചികിത്സയ്ക്ക് പോലും സാധിക്കാത്ത സാഹചര്യമാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കായി വിപുലമായ യോഗം ചേർന്ന് സഹായ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനന്തുവിന്റെ ഫോൺ നമ്പർ 8606 10 17 36. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.